നമസ്കാരം മനുഷ്യന്മാരെ, കടുവ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടൻ കടുവ. കുറച്ച് പഴയ കൂട്ടുകാർ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഒത്തുകൂടുന്നു. നല്ല രസമായിരിക്കും. ശരിക്കും നല്ല രസമുള്ളൊരു പരിപാടിയാണ്. അപ്പൊ അവരെന്തൊക്കെയായിരിക്കും സംസാരിക്കുക? പഴയ കാര്യങ്ങള്, പണ്ടൊരുമിച്ചുണ്ടായിരുന്നപ്പോഴുള്ള കാര്യങ്ങള്. അതെ, അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പണ്ട് മുതലേ ആളുകൾ പറഞ്ഞും കേട്ടും അടുത്ത പഴയ കഥ. കരം, ഡയറക്റ്റഡ് ബൈ വിനീത് ശ്രീനിവാസൻ, റിട്ടൺ ബൈ നോബിൾ ബാബു തോമസ്. പുള്ളി തന്നെയാണ് ഹീറോയും. മ്യൂസിക് ബൈ ഷാൻ റഹ്മാൻ, ജോമോണ്ടി ജോൺ സിനിമാറ്റോഗ്രഫി. അഭിനയിക്കാനാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടായിനി. നോബിൾ ബാബു തോമസും മനോജ് കെ ജയനും കലാഭവൻ ഷാജോണും രേഷ്മ സെബാസ്റ്റ്യനും ഓൺഡ്രേ മറിയോം, അങ്ങനെ കുറേ പേരുണ്ടായിനി. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ഈവാൻ ചേട്ടനും ഉണ്ടായിനി. ഓരാന്ന് വില്ലൻ. അതെ, പക്ഷെ ആരൊക്കെ ഉണ്ടായിട്ടും സംഗതി മൊത്തത്തിൽ അങ്ങോട്ട് വെടിപ്പായില്ല. ടൈറ്റിൽ കാണിക്കുമ്പോൾ തന്നെ ഒരു ഹമ്മിങ് വരും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തിര ഓർമ്മ വരും. വെറുതെ അല്ലേ ഇതെവിടെയോ കേട്ട പോലെ തോന്നിയത്. ഏതാണ്ട് സെയിം സാധനം. അങ്ങനെ പടം തുടങ്ങി. ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും സിനിമാറ്റോഗ്രാഫിയിലും ഒരല്പം പുതുമ തോന്നുമെങ്കിലും ഡയലോഗ് റൈറ്റിംഗിൽ ഒട്ടും തന്നെ തോന്നിയില്ല. പഴയ സ്ഥിരം ഡ്രാമ പരിപാടി തന്നെ. അതൊരല്പം കൂടുതലാണെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഒരു വേൾഡ് ബിൽഡിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് കഥയിലേക്ക് കയറുമ്പോൾ നമുക്ക് തോന്നും ഇത് തിരയല്ലേ എന്ന്. അതെ, ആണ്. സെയിം കഥ ഒന്ന് റീബ്രാൻഡ് ചെയ്ത് ഇറക്കിയിരിക്കുന്നു. പിന്നെ ക്യാരക്ടേഴ്സൊക്കെ അത്യാവശ്യം നല്ല വീക്കാണ്. നമുക്ക് ഇമോഷണലി ആരോടും ഒരു കണക്ഷൻ ഫീൽ ചെയ്യില്ല. പിന്നെ അതൊരൽപ്പം തോന്നിയത് വിഷ്ണുജി വാര്യറിനോടാണ്. ഏത്, മറ്റേ സുഹൃത്താ? സുഹൃത്ത് തന്നെ. അവനെ കണ്ടപ്പോൾ എനിക്കും തോന്നി കൈ കിടിയാൻ ഇടണം, പൊട്ടിക്കണം. അതെ, അവൻ്റെ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ അവൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കി ആരും തന്നെ ഒരു സുഖം തോന്നിയില്ല. നോബിൾ ബാബു തോമസ്, മനോജ് കെ ജയൻ, ജോണി ആൻ്റണി, ബാബുരാജ്, ഇവരാരും തന്നെ ഒരു സുഖമില്ല. കാരണം അത് എഴുതിയിരിക്കുന്നതിൻ്റെ തന്നെ പ്രശ്നമാണെന്നാണ് തോന്നിയത്. ഈ ക്യാരക്ടേഴ്സിനൊന്നും ഒരു ഡെപ്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഈവാൻ ചേട്ടനെ കണ്ടിട്ട് പേടിയായിനെ. എല്ലാരും കൊല്ലലെന്നെ. പേടിയായത് നിനക്കല്ലേ. എനിക്ക് പ്രത്യേകിച്ചൊരു വികാരവും തോന്നിയില്ല. ഒരാൾ ഒരു ക്രൂരനായ വില്ലനാണെന്ന് കാണിക്കാൻ കണ്ണി കണ്ടവരൊക്കെ എന്തിനാണ് ഈ വെടിവെച്ച് കൊല്ലണത്? വേണ്ട, വില്ലന്മാരെന്നാ നായകന്മാരെ പിടിച്ച് ഉമ്മ വയ്ക്കട്ടെ. നിങ്ങളെന്ത് പൊട്ടത്തിലാണ് കുട്ടം ബ്രോ പറയണത്? എടാ അതല്ല, പുള്ളി ഇങ്ങനെ അനാവശ്യമായിട്ട് ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടല്ലേ പുള്ളി വില്ലനായത്. എഴുന്നേറ്റേ പോയെ. നിന്നെയൊക്കെ റിവ്യൂ പറയാൻ കൂടി എന്നെ വേണം പറയാൻ. നിങ്ങൾക്ക് മാത്രം പറഞ്ഞാൽ മതി, എനിക്ക് എൻ്റെ അഭിപ്രായം പറയണ്ടേ? എന്നാൽ നിനക്ക് അയാൾ ഇഷ്ടമായി, എനിക്ക് അയാൾ ഇഷ്ടമായില്ല, പോരെ, മതി. പിന്നെ കഥയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തിരയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് ഈ സിനിമയുടെ കഥ. പക്ഷേ തിരയിലുണ്ടായിരുന്ന ഒരു ഫ്ലോ ഇതിലുണ്ടായിരുന്നില്ല. ഫ്ലോ ഇല്ല എന്ന് പറയാൻ കാരണം, ഇപ്പോൾ കഥയിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അടുത്തൊരു സിറ്റുവേഷനെ കൊണ്ടുവച്ചതുപോലെ ഇരിക്കും. കഥയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിവിടെ ഇരിക്കട്ടെ എന്ന മട്ടിൽ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ ഭയങ്കര കല്ലുകടി ആയിരുന്നു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ പല പല മാസ് സിറ്റുവേഷൻസും ഇല്ലെങ്കിൽ ആൾക്കാർക്ക് കൈയടിക്കാൻ തോന്നുന്ന പല സിറ്റുവേഷൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. വളരെ നിർവികാരരായിട്ടായിരുന്നു ഓഡിയൻസ് പല സിറ്റുവേഷൻസും അല്ലെങ്കിൽ സീക്വൻസുകളും കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഒരു വലിയ പ്രശ്നമായി തോന്നിയത് അസ്ഥാനത്തടിക്കുന്ന കോമഡികളായിരുന്നു. ഒരാവശ്യവുമില്ലാണ്ട് കോമഡി പറയും. അമ്മയ്ക്ക് പല്ലുവേദന, മോൾക്ക് കൽക്കണ്ട തീറ്റ എന്ന് പറഞ്ഞ പോലെ കുറേ കോമഡികളുണ്ട്. അതും ഒരാവശ്യമില്ലാത്ത സ്ഥലത്ത്. ഈ പറയുന്ന കോമഡി പരിപാടി കഥയിൽ 2-3 പേര് ചെയ്യണുണ്ട്. ആ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ബാബുരാജ്. സോൾട്ട പേപ്പർ കഴിഞ്ഞിട്ട് പുള്ളി നേരെ ചാടി ഈ പടത്തിൽ വന്നാൽ ജോയിൻ ചെയ്ത് തോന്നും മൊത്തത്തിൽ പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ. കോമഡി കണ്ടിട്ട് എനിക്ക് ചിരിക്കണം തോന്നിനി. പക്ഷെ എങ്ങനെ ചിരിക്കല്? മൊത്തം പ്രശ്നല്ലേ, അതിൻ്റെ ഇടയിൽ ചിരിക്കാൻ പറ്റുവാ? അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു തണുത്ത അനുഭവമായിരുന്നു കരം. തിര പോലെ ഒരു സിനിമ ചെയ്ത വിനീത് ശ്രീനിവാസൻ, താങ്കൾക്ക് തിരയേക്കാളും നല്ല സിനിമകൾ ഇനിയും ചെയ്യാൻ വേണ്ടി പറ്റും. കാത്തിരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.